പാലാഴി മദനവുമായി ബന്ധപ്പെട്ടതാണ് ശിവരാത്രിയുടെ ആദ്യത്തെ ഐതിഹ്യം. ആ കഥ ഇങ്ങനെ. പരമശിവന്റെ അവതാരമായ അത്രി മഹർഷിയുടെ പുത്രൻ ദുർവാസാവ് മഹർഷിക്ക് ഒരിക്കൽ ദേവലോകത്ത് വെച്ച് വിദ്യാധര സ്ത്രീകൾ ഒരു പാരിജാതമാല സമർപ്പിച്ചു. സന്യാസിയായ തനിക്ക് ദിവ്യഹാരത്തിന്റെ ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം മാല ഐരാവതത്തിന്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രന് സ്നേഹപൂർവ്വം സമ്മാനിച്ചു. ദേവേന്ദ്രൻ പാരിജാത പുഷ്പമാല കിട്ടിയ സന്തോഷത്തിൽ അത് തലയിൽ ചൂടാനായി മാല ഐരാവതത്തിന്റെ മുകളിൽ വെച്ച് തലമുടി വൃത്തിയായി ഒതുക്കി കെട്ടാൻ തുടങ്ങി. എന്നാൽ അതിനോടകം പൂവിന്റെ വാസനയുടെ ഉറവിടം തേടി ധാരാളം വണ്ടുകൾ പാറി വന്ന് ഐരാവതത്തിനു ചുറ്റും പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം കൂടി വന്നപ്പോൾ ഐരാവതം പൂമാല എടുത്തിട്ട് നിലത്തിട്ട് ചതച്ചു കളഞ്ഞു. ഇത് കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രനെ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ജരാനര ബാധിക്കട്ടെ എന്നും ദേവലോകത്തെ സകല ഐശ്വര്യങ്ങളും ക്ഷയിച്ചു പോകട്ടെ എന്നും ശപിച്ചു. ദേവേന്ദ്രന്റെ അശ്രദ്ധ മൂലം സംഭവിച്ച തെറ്റിന് ദുർവാസാവ് മഹർഷിയുടെ ഉഗ്രശാപത്താൽ ഇന്ദ്രൻ ഉൾപ്പെടെ സകല ദേവകളും ജരാനരകൾ ബാധിച്ച് വൃദ്ധരായി തീർന്നു. ദേവേന്ദ്രന്റെ സങ്കടം കണ്ട് ദയ തോന്നിയ മഹർഷി ശാപമോക്ഷത്തിന് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് സേവിച്ചാൽ വാർദ്ധക്യം മാറി കൂടുതൽ ഊർജ്ജസ്വലരായി തീരുമെന്ന് അനുഗ്രഹിച്ചു. ത്രിമൂർത്തികളുടെ അനുഗ്രഹാശിസുകളോടെ ദേവന്മാർ അസുരന്മാരെയും പാലാഴി മദനത്തിനായി ക്ഷണിച്ചു. കടക്കോലായി മന്ദരപർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിശ്ചയിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചു വലിക്കാൻ തുടങ്ങി. വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയി. താഴ്ന്നുപോയ പർവ്വതത്തെ ഉയർത്താൻ വിഷ്ണു ഭഗവാൻ തന്റെ രണ്ടാമത്തെ അവതാരം കൂർമ്മമായി അവതരിച്ചു. കൂർമാവതാരം മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. വീണ്ടും പാലാഴി മദനം തുടർന്നു. കുറച്ചു നേരത്തെ പാലാഴി കടയിലിൽ വാസുകി ആകെ അവശനായി തുടങ്ങി. വാസുകിയുടെ വായിൽ നിന്നും മാരക വിഷമായ കാളകൂടം പുറത്തു വരാൻ തുടങ്ങി. ലോകത്തിനെ തന്നെ നശിപ്പിക്കുവാൻ ശേഷിയുള്ളത്ര വീര്യം കൂടിയ വിഷമാണ് ഈ കാളകൂട വിഷം. ഈ വിഷത്തിന്റെ അതിരൂക്ഷമായ ഗന്ധം മൂലം 3 ലോകങ്ങളും മയങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ സകല ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി ദേവാദിദേവനായ പരമശിവന്റെ അടുത്തു ചെന്നുകൊണ്ട് ഈ അത്യാപത്തിൽ നിന്നും തങ്ങളെയും ലോകത്തെയും രക്ഷിക്കണേയെന്ന് അപേക്ഷിച്ചു. ഇത് കേട്ട ഭഗവാൻ 14 ലോകത്തിന്റെ നന്മയ്ക്കായി ആ ഉഗ്രവീര്യമുള്ള കാളകൂട വിഷത്തെ തന്റെ തൃക്കൈകളിൽ ഏറ്റുവാങ്ങി പാനം ചെയ്തു. ഈ മാരക വിഷം ഉള്ളിൽ ചെന്നാൽ കാലകാലനായിട്ടുള്ള ദേവന് പോലും ദോഷം സംഭവിച്ചേക്കാമെന്ന ഭയത്താൽ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുക്കി പിടിച്ചു. ഈ വിഷത്തിന്റെ ഒരു തുള്ളി പോലും ഈ ലോകത്തെ നശിപ്പിക്കുവാൻ കെൽപ്പുള്ളതാണെന്നറിയാവുന്ന വിഷ്ണു ഭഗവാൻ വിഷം വായിൽ നിന്നും പുറത്തു പോകാതിരിക്കുവാൻ മഹാദേവന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ അകത്തേക്കോ പുറത്തേക്കോ പോകാനാകാതെ ആ വിഷം ഭഗവാന്റെ കണ്ടത്തിൽ ഉറയ്ക്കുകയും കണ്ടത്തിൽ നീല നിറം വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. വിഷമുള്ളിൽ ചെന്നാൽ അതിന്റെ വീര്യം കുറയുന്നതുവരെ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഭഗവാൻ ഉറങ്ങാതെ ഇരിക്കുന്നതിനായി പാർവതി ദേവിയും മറ്റു ദേവന്മാരും അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ അദ്ദേഹത്തിന് ചുറ്റുമിരുന്ന് കീർത്തനങ്ങളും സ്തുതികളും പ്രാർത്ഥനകളും ഒക്കെയായി ഭഗവാന് കാവലിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
അതിനുശേഷം വീണ്ടും സമുദ്രം കടയാനായി ആരംഭിച്ചു. പല പല ദിവ്യ വസ്തുക്കളും അതിൽ നിന്നും ഉയർന്നു വന്നു. ഏറ്റവും അവസാനമായി അമൃതും ലഭിച്ചു. അത് പാനം ചെയ്ത് ദേവന്മാർ ജരാനരകളിൽ നിന്നും മുക്തി നേടുകയും നഷ്ടപ്പെട്ടുപോയ അവരുടെ ഐശ്വര്യങ്ങൾ അവർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്തു.